അതെ സുഹൃത്തെ, നമ്പ്യാർ സാറിന് ഒരു കത്തുണ്ട്. കൊടുക്കാം. നമ്പ്യാരമ്മവാ സാറേ, കത്ത് വായിക്കണം സാറേ. മറ്റൊരാൾക്ക് വരുന്ന കത്ത് വായിച്ച് കേൾക്കാന്ന് പറഞ്ഞാ എന്താന്നറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാ. എനിക്കൊരു നിറവാ. അയ്യോ, നമ്പ്യാർ സാറിന് കത്തോ? അപ്പൊ അതൊരു ഭയങ്കര കത്തായിരിക്കുമല്ലോ. മൈ ഗോഡേ. എന്താ ചേട്ടാ? മോൾക്ക് നമ്മളെയൊക്കെ അത്യാവശ്യമായിട്ട് കാണണമെന്ന്. അയ്യോ, എന്താ ഇത്ര പെട്ടെന്നൊരു അത്യാവശ്യം? മൈ ഗോഡേ, എന്തായാലും അടുത്ത വണ്ടിക്ക് എന്നെ തിരിക്കണം. മോൾക്ക് ഒരു ആവശ്യം വന്നാൽ അത് സാധിച്ചു കൊടുക്കേണ്ടത് അച്ഛനമ്മമാരുടെ കടമയല്ലേ? നേരാ, അവളെ കാണാതെ എൻ്റെ മനസ്സിന് ഒരു സമാധാനമില്ല. അപ്പം ഈടാ കുക്കുരു, ഞാനിപ്പോ തന്നെ കാർ ഓടിച്ചോണ്ട് വരാം. ഞാനും വരാം. ജംഗ്ഷനിൽ കാറില്ലെങ്കിലേ ഞാൻ സിറ്റി പോയി കൊണ്ടുവരാം. ഒന്നും വേണ്ട, ആരെങ്കിലും ചെന്ന് ഒരു ഇല്ലണ്ട് വാങ്ങിച്ചോണ്ട് വന്നാൽ മതി. ഓ, ദാ വരുന്നു പറഞ്ഞോണ്ട് കത്തയച്ചിട്ട് പിറകെ അങ്ങ് ചെല്ലാനായിരിക്കും. സർപ്രൈസ്. ഈ സാറിന്റെ ഒരു കാര്യം അതൊന്നും അല്ല, അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഒന്ന് എഴുതാനാ. അതെ അതെ, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ അങ്ങ് രസിച്ച് സന്തോഷിച്ച് കഴിയാം. പോടാ, പോയിട്ട് ഇല്ലണ്ട് വാങ്ങിച്ചോണ്ട് വാടാ. അങ്ങനെ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം, അത്രയും നേരത്തെ അവരിങ്ങ് വരട്ടെ. ആ എന്ത് പോടേ, പോയി ഇല്ലന്റ് വാങ്ങിച്ചോണ്ട് വാ. ഇല്ലണ്ട് തീർന്നു. എന്താണ്? പോസ്റ്റ് ഓഫീസുകാർ ഇല്ലണ്ട് നിരോധിച്ചു. ഭക്ഷണം കിട്ടിയില്ല, ഭക്ഷണത്തിന് സമയമായി. അയാൾക്ക് വെള്ളം എടുത്ത് കൊടുറ, അല്ലെങ്കിൽ വീടോടെടുത്ത് വീഴും. ചേച്ചി അകത്തേക്ക്. അയ്യോ ഇല്ല മക്കളെ, ഞാൻ ഇവിടെ എവിടെങ്കിലും കിടന്നോളാം. അകത്തോട്ട് വന്ന എന്റെ കാലിൽ കൂടെ വിരിവിരാന്നൊരു വിറയിൽ അങ്ങോട്ട് കയറും. പിന്നെ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഓ, സൊമാലിയിലെ അഭയാർത്ഥി വിളിക്കുന്ന പോലെ കിടന്ന് വിളിക്കുന്നു. ഞാൻ ഇങ്ങേരെ ഇന്ന് എറിഞ്ഞിട്ടൂടാ. കണ്ടോ, വരത്തില്ല. ഇന്ന് ഞാൻ ഇവിടെ എവിടെങ്കിലും കിടന്നോളാം. ഇല്ല, ഇന്ന് അവര് വരുമെന്ന് തോന്നുന്നില്ല. വിശ്വട്ടൻ വന്നേ, മഞ്ഞു കൊള്ളണ്ട. IAS-കാരൊക്കെ അല്ലേ, വിശ്വേട്ടന്റെ ബന്ധുവാണെങ്കിലും അവർക്ക് എന്തെങ്കിലും തിരക്കൊക്കെ കാണത്തില്ലേ? വന്നേ, പാടാക്കളെ, നമുക്കിവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. IAS ഒന്നുമല്ല, എനിക്കറിയാം. അമ്മാവനെ പേടിച്ചിട്ടാ. ഈശ്വര, ഓരോ അമ്മാവന്മാരെ കാരണം മറ്റുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ. എന്റെ അമ്മാവൻ ഇനി എന്നാണാവോ ഇങ്ങോട്ട് വെച്ചു പിടിക്കാൻ പോകുന്നത്? കുഞ്ഞേ, ഞാനൊരു കാര്യം പറയാം. ആ നമ്പ്യാർ സാർ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും കാര്യങ്ങൾ കുഴഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ബന്ധുവായി പോയില്ലേ? പറ്റും, വേണമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. ഇറക്കി വിടണമെന്നാണോ? നോ നോ നോ, അത് ചെയ്യരുത്. താനേ ഇറങ്ങണം. അതിനുള്ള സൂത്രങ്ങൾ ഒപ്പിക്കണം. അതല്ലേ മിടുക്ക്. സൂത്രം? എന്ത് സൂത്രം? കാട്ടിലെ സുഖരാജാവിന്റെ ശക്തിയെ തോൽപ്പിക്കാൻ ഒരാൾക്കല്ലേ പറ്റൂ. വേറൊരു സുഖരാജാവ് വേണം. ഈ അമ്മാവനെക്കാളും ശക്തനായ മറ്റൊരമ്മാവൻ വന്നാൽ ഈ അമ്മാവൻ പിന്നെ നിൽക്കില്ല. നമുക്ക് പ്രേമനമ്മാവനെ ഇറക്കാം. അത് വേണ്ട, അതിനി കൂനുമേ കുരു പോലാവും. അങ്ങനൊന്നും വരത്തില്ല വിശ്വേട്ടാ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. പ്രേംശങ്കറും ഷീബയും 72കാരന്റെയും 68കാരിയുടെയും പേരുകൾ. എന്തായാലും പ്രേമനമ്മാവൻ വരട്ടെ. പ്രേമനമ്മാവന്റെ കൈക്കേ നമ്മുടെ ഈ കൂർക്കം വലിയ അമ്മാവൻ ഒതുങ്ങൂ. ഇങ്ങനെ റോക്കറ്റ് പോലെ പോയാൽ എങ്ങനെയാ? ഒന്നവിടെ നിന്നേ, ഒന്ന് നിന്നേന്ന്, ഒന്നവിടെ നിന്നേ മനുഷ്യ. ഇവിടെ എവിടെയോ ആണ് വീട്. മിണ്ടാതെ വാടി, തലയിരിക്കുമ്പോ വാലിട്ടാട്ടുന്നു. ഈ പ്രേംശങ്കർ പറയും എവിടെയാണെന്ന്. ഇവിടെ എവിടെയോ ആണ് വീട്. ദേ, എന്നോട് കളിച്ചാലുണ്ടല്ലോ, ഞാൻ ആ രഹസ്യം എല്ലാരോടും പറയുവേ. ചതിക്കല്ലേ എന്റെ ശീവക്കുട്ടി, എന്റെ പൊന്നല്ലേ. സമ്മതിച്ചു, എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിച്ചു. ഇവിടെ എവിടെയോ ആണ് വീട്. ഇങ്ങനെ സ്വരിമപ്പോടെ നിന്നാ രണ്ടുപേർക്കും കൊള്ളാം. അയ്യോ എന്റെ മുത്തേ, വാ വാ. അയ്യോ, എന്താണോ കുന്തം? പിന്നെ ഇത് രാജപാതയല്ലയോ റോഡിൽ കൂടെ മുട്ടാതെ നടക്കാൻ. എടി ജീവൻകുട്ടിയെ, നീ കേട്ടില്ലയോടി? ഞാൻ എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് ചേട്ടാ. ഇയാളൊരു കാര്യം ചെയ്യും, സർക്കാരിനോട് എന്ന് പറ, ഇപ്പോഴത്തെ റോഡിനൊക്കെ 3 ഇരട്ടി വീതി കൂട്ടാൻ. എന്താ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്താ പറഞ്ഞേ?
താൻ എന്നെ അടിക്കൊന്നോ? അടിയടാ അടിയടാ എന്നെ. എവിടെ പോന്നടാ? അവിടെ നിന്ന് അടിച്ചിട്ട് പോടാ. അടിയടാ അടിയടാ എന്നെ. ദാ, അടിയടാ അടിയടാ അടിയടാ. അയ്യോ 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 എന്റെ ചേട്ടനാണ് തല്ലി കൊല്ലുന്നത്. അയ്യോ ഓടി വരണേ ഓടി വരണേ നാട്ടുകാരെ, എന്റെ ചേട്ടനെ തല്ലി കൊല്ലുന്നത്. ഓടി എന്താ കാര്യം? വരണേ. അയ്യോ എന്റെ ചേട്ടന്റെ കൈ ഇയാളുടെ ദേഹത്ത് അറിയാതൊന്നു കൊണ്ടു. ഹാർട്ടിന്റെ അസുഖമുള്ള ആളാ. കൈയൊന്നും മുട്ടിയാന് ഇയാള് ചെറപറാന്ന് തല്ലിക്കളഞ്ഞു. അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവരോരൊന്ന് വെറുതെ പറയുക. ഒരു കാര്യം ചെയ്യ്, ആശുപത്രി കൊണ്ടുവന്ന് നോക്ക്. അതിന് ഞാൻ കാശ് തന്ന ഞാൻ തന്നെ കാറ് പിടിച്ചു കൊണ്ടുപോയിക്കൊള്ളാം. കാശ് കൊടുത്ത് തടി രക്ഷിക്കാൻ നോക്ക്. അയ്യോ 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 ഇനിയിപ്പൊ എണ്ണാനൊന്നും നിക്കണ്ട. അയ്യോ ആങ്ങളമാര് പോക്കോ. അയ്യോ എണീക്ക്. വാകീറിയ ദൈവം വഴിയും കാണിച്ചു തരുമെന്ന് പറഞ്ഞ എത്ര നേരാ എന്റെ ക്ഷീവേ. പക്ഷേ ആളും തരവും കണ്ടേ ചെന്ന് മുട്ടാവൂ. ഈ പ്രേംശങ്കറിനെ പഠിപ്പിക്കാൻ വരരുത്. ഞാനാ രഹസ്യം പുറത്താക്ക്. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്റെ ശിവകുട്ടിയെ. ഞാനും ഒരു തമാശ പറഞ്ഞതല്ലേ. ആണോ? നമുക്ക് എടി ശിവകുട്ടി ഒരു 100 രൂപ എനിക്കല്ലയോ ബുദ്ധി. ഞാനാ രഹസ്യം. ആ വേണ്ട 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 വേണ്ട, നിന്റെ കൈ തന്നെ വെച്ചോ. ഒരു തമാശ പറയാൻ പോലും പറ്റത്തില്ല. വാ വാ വാ. ഈ വീടാണ് അതോ ഈ വീടാണ് അതോ ആ വീടാണ്? ആ തടിയനോട് ചോദിക്കാം നമുക്ക്. അത് ശരി, അപ്പൊ പൊട്ടനെന്നോടി വിളിക്കാം. ഉറക്കെയാ വിളിച്ചത്, എന്നിട്ട് വിളിച്ചത് കേട്ടില്ലേ? തടിയാന്നാ വിളിച്ചത്. ആ ചെറിയ എന്തോന്നാ ഉടക്കണോ? ഉടക്കെങ്കിൽ ഉടക്ക് തന്നെ. തടിയാ, നരച്ച തലമുടിക്കാരാ, ജുബാക്കാരാ, വെളുമ്പ പോണമയറാ. വാ തല്ലണോ? തല്ല് തല്ലണോ എന്നെ. കാര്യങ്ങൾ നമുക്ക് തല്ലി തീർക്കാം. പാടോ തല്ലണോ? അയ്യോ ഓടി വരണേ, കാശ് കിട്ടണം. എനിക്ക് ഇപ്പൊ കാശ് കിട്ടണം, അല്ലെ ഞാൻ ആളെ കൂട്ടും. ഞാൻ ഇപ്പൊ വിളിച്ച ആളുകളെ കൂട്ടും. ഓടി വരണേ. ഏതായാലും ഇവിടെ അപ്പുറത്തും ഇപ്പൊ ആരും ഇല്ലാത്തത് നന്നായി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാം. കാശ് കിട്ടിയ പ്രശ്നം പരിഹരിക്കാം. വേണ്ട, പ്രശ്നം ഞാൻ ഒറ്റയ്ക്ക് പരിഹരിക്കാം. ആ പത്മാവതിയെ നീ ആ പെട്രോളിങ് ഇട്. നമുക്ക് അവനെ ഇവിടെ ഇട്ട് തന്നെ ചൂടാ. കൊണ്ടുപോവാ, എളുപ്പം കൊണ്ടുപോവാ. ഇത് പിടി. ആ തീപ്പെട്ടി ഇവിടെ ഇങ്ങട്. തീപ്പെട്ടി എന്റെ കയ്യിലിരിക്കല്ലേ. എവിടെ സിഗരറ്റ്? എവിടെ? ഞാനൊരു നമ്പർ ഇട്ടതല്ലേ, പേടിച്ചു പോയോ? ഞാൻ വെറുതെ കണ്ണടച്ച് കിടന്നതല്ലേ. ഞാനൊരു നമ്പർ ഇട്ടതാ. ഇതിനകത്ത് പെട്രോൾ അല്ല, ഭക്ഷണമല്ല. ഭയങ്കര ആസാമിയാ. അല്ല ഇതാണോ സതിയുടെ വീട്? ആ ഇത് തന്നെ. അയ്യോ അത് ശരി. എന്നിട്ടാണോ രണ്ടുപേരും വന്ന കാര്യം പുറത്ത് നിൽക്കുന്നത്? വാ വാ വാ, നമുക്ക് അകത്തുവാ. വന്നട്ടെ. ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? വിശ്വേട്ടനെ കണ്ടാ ഇപ്പൊ ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുന്നു. അയാളാരാ? ഛേ, ഞാൻ വല്ലതും വിളിച്ച് പറയുവേ. ഷാരൂഖ് ഖാനെ അറിയത്തില്ലേ? സിനിമ നടനായിട്ടാ, ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാറാ. ആ ദേ ചിരി പോലും അത് തന്നെ. മനസ്സിളക്കല്ലോ പ്രേം. മക്കളെ കാണുമ്പോ കരഞ്ഞു പോകുന്നത് കുറച്ചിലാണെങ്കിൽ ആ കുറച്ചിൽ ഞാനത് സഹിച്ചടി. വരണമെന്ന് പത്മകുമാർ വന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ കാലം ഉറച്ചില്ല. വാ നമുക്ക് അകത്തോട്ട് പോവാം.
എന്നോടകത്ത് പോകാൻ പറയാൻ നീ ആരാടാ? അത് പിന്നെ പുറത്താരോടോ സംസാരിക്കുന്നെന്ന് കരുതി പറഞ്ഞു പോയതാ. അന്യ ആളാണെന്ന് കരുതി ക്ഷമിക്കണം മോനെ. ചൊണയുണ്ടെങ്കിൽ അടിയടാന്ന് പറഞ്ഞ വർത്താനം തന്നെ തുടങ്ങുന്നു. നീ പോടി അവിടുന്ന്. അമ്മാവാ, നമുക്ക് അകത്തോട്ട് കയറിയിരിക്കാം. വാ അകത്തോട്ട് മോനെ. വരണം. വാടി ജീവേ. ചേട്ടാ, കണ്ടാ ഞാൻ പറഞ്ഞില്ലേ സ്ട്രോങ്ങാ. അയ്യോ, അമ്മാവാ വരണം. എനിക്കിപ്പോ സമാധാനമായി. ആ അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പുവശം. ശിവേ, എന്തേട്ടാ? നമ്മുടെ മക്കളെ നമുക്ക് രക്ഷിക്കണ്ടേടി. ഹ, കൊള്ളാം. അതിനല്ലേ കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നേ. അത് മതി, എനിക്കത് മാത്രം കേട്ടാ മതി. അമ്മാവതേ, സതി ഇങ്ങനെ ഓരോന്ന് പറയും. അമ്മവാ അമ്മവാ ഉമ്മ, ഉമ്മ. മക്കളെ അമ്മാവൻ മാത്രമല്ലടാ, അമ്മാവൻ ഞാൻ പറഞ്ഞോണ്ട് നിൽക്കുകയായിരുന്നതാ, ആ ലീലാവതിയെ നമ്പ്യാരമ്മാവനെ ഒരുമിച്ച് ഓടിക്കണം. ആ അതിന് നമുക്ക് ആ ലീലാവതിയുടെ വീട്ടിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങണം. അല്ല അത്ര എളുപ്പം അങ്ങനെ അവരെ അവരെ തോപ്പിക്കാൻ പറ്റില്ലെന്നോ? നോക്ക്, അമ്മാവന്റെ കയ്യിൽ അടവുണ്ട്. 19ാമത്തെ അടവ്. അയ്യോ, അതേതാടവാ? അടിയടാ തൊടുകൊണ്ടി അടിച്ചു നോക്കടാ. ഹലോ ഹലോ, ആരും ഇല്ലേ? ആരാ? പ്രേം ശങ്കർ, അപ്പുറത്തെ വീട്ടിലെ അമ്മാവനാ. ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. എനിക്ക് അപ്പുറം ഇപ്പുറം അങ്ങനെ വേർതിരിവില്ല. ഭാര്യയും വന്നിട്ടുണ്ട്, ഷീബ. അവളിങ്ങോട്ട് വരത്തില്ല. രണ്ട് വീട്ടുകാരും തമ്മിൽ പിണക്കോ അല്ലയോ? ആ അത് നല്ലതാ. വീട്ടുകാരാണോ പിണങ്ങി തന്നെ ഇരിക്കണം. പിന്നെ എവിടെ മറ്റംഗങ്ങളൊക്കെ? ചേട്ടൻ ഓഫീസിൽ പോയിരിക്കുക. ഏത് ഓഫീസില്? അഗ്രികൾച്ചർ ഓഫീസ്. അയ്യേ, അത് പന്നിയ ഓഫീസല്ലേ, അഗ്രികൾച്ചർ ഓഫീസ്. ആ പറഞ്ഞത് പിടിച്ചില്ലേ? അഗ്രികൾച്ചർ ഓഫീസ് മോശം ഓഫീസ്, വളരെ മോശം ഓഫീസ്. അനാവശ്യം പറഞ്ഞാലോ. അതെ, പിന്നെ ആ ഓഫീസ് മോശം തന്നെയാ, സമ്മതിച്ചു. എണീക്ക്. സുഗുണ, ശാരദേ, ശാരദേ, എന്താ സുഗുണ? അയ്യോ ചേട്ടൻ മാധവല്ലം പിടിച്ച അമ്മാവൻ ബോധം കെട്ട് വീണ്. ഞാനേ അയ്യോ നീ അടിക്കാൻ, പക്ഷെ അയാളുടെ മുഖത്ത് കൊണ്ട് അറിയാതെ ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. അയ്യോ, എങ്കിലും നാത്തൂനെ കടുകയും ചെയ്തില്ല. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, ഈ ഡെഡ് ബോഡി നമുക്ക് ഇവിടെ കെട്ടിത്തൂക്കാം, കൊലപാതകം തേച്ച് മാറ്റി കളയാം, എന്നിട്ട് ആത്മഹത്യയാക്കാം. നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം. നമുക്കിത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ നോക്കാം ആദ്യം. അയ്യോ ചത്തിട്ടില്ല. എനിക്ക് ആശുപത്രി പോണം, കാശ് വേണം. പോം, ആശുപത്രി പോം, എണീക്കണം. ഞാൻ ചെന്ന് ആംബുലൻസ് പിടിച്ചോണ്ട് വരാം. ശരി ശരി. ഞാൻ ഡ്രസ്സ് മാറി ഫ്ലാസ്കും തലേനെ എടുത്തു വെക്കാം. അയ്യോ, എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. ഞാൻ കാരണം ആരും വിഷമിക്കണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. കാശ് തന്നാ മതി. എത്ര രൂപ വേണം? ഒന്നിന് പോണോ? 1 രൂപ. 1 രൂപയോ? എന്റെ കോയിനുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. അതല്ല, 1000. ദൈവമേ, 1000 രൂപയോ? അയ്യോ, എന്റെ ബോധം പോവാൻ പോന്നേ. ബോധം പോരുതേ. വരുന്നു ഒരു മിനിറ്റ്. ചേട്ടത്തി വിളി. അത് എനിക്ക് കരച്ചില് വരുന്നു. സത്യം പറഞ്ഞ എനിക്കും കരച്ചില്. ഞാനും കരച്ചിൽ അടക്കിയ ഇവിടെ നിൽക്കുന്നത്. അതെ, ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. 1000 വേണ്ട, ചേട്ടത്തി 500 രൂപ എടുത്തേ. ഒരു ഭയങ്കരമായ പ്രതിസന്ധിയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ചേട്ടത്തി കാശിങ് എടുത്തേ. എന്നിട്ട് ഈ സിറ്റുവേഷൻ ഞാൻ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് കാണണം. കാശെടു. അതായിരിക്കുന്നു. ഇത് പിടിക്ക്. 200, 300, 400, 500.
വരണം വരണം. ആ, എനിക്ക് വയ്യ, അതൊക്കെ ദേഹം മനസ്സിലായി തളരുന്നു. അയ്യോ, ഇതെത്ര ഉണ്ട്? അതൊക്കെ ഉണ്ട്. കൊണ്ടുപോണം ചെല്ല് ചെല്ല്. വയ്യ, തീരെ വയ്യ. അങ്ങനെ ഇങ്ങനൊന്നും വീട് നാളല്ല, പക്ഷെ പതറിപ്പോയി, പിടിവിട്ടുപോയി. പോട്ടെ മക്കളെ, പോട്ടെ മോളെ. പോയിട്ട് വരണം. ശരി അമ്മാവ, പോയിട്ട് വരണം. ഡേ, നീ എന്തോന്ന് വിളിച്ചേ? അമ്മാവാണോ? അമ്മാവനെ പിന്നെ അമ്മാവൻ എന്നല്ലാതെ അമ്മായി നേരെ വിളിക്കൂ. വിളിക്കടാ, ഒരിക്കൽ കൂടി വിളിച്ചു നോക്കടാ. ആ, എന്തോന്ന് പാട് അടിയടാ, എന്നെ അടിയടാ, ചൂടയോടെ എന്നെ അടിയടാ. അതെ, കാര്യം മനസ്സിലായി. തല്ലിൽ നിന്ന് മുതലെടുക്കുന്ന ആളാ. ചൂടയോടെ എന്നെ തല്ലടാ. ഞാൻ നിന്നെ വീട്ടിൽ പല്ലി വിളിക്കുന്നു. തല്ലടാ എന്നെ, തല്ലടാ എന്നെ. ഇല്ല ഇല്ല, മനസ്സിൽ അപ്പൊ വെച്ചിരുന്നാ എന്നെ തല്ലണ്ടല്ലോ. ഇല്ല. ആ, ആ. എന്ത് ജന്മം ഇത്? ഏതായാലും അമ്മാവനെ സമ്മതിച്ചിരിക്കുന്നു. അവളുടെ കുറച്ച് കാശ് പോയി കിട്ടിയില്ല. ആ, ഇതൊരു ടെക്നിക്കാ. ശ്വാസം പിടിച്ച് ചത്തതുപോലെ കിടക്കാൻ ഞാൻ കാലനാ, യമകാലൻ. ആ. ഒരിക്കൽ യഥാർത്ഥത്തിലാണ് തട്ടിപ്പോയെന്ന് വിചാരിച്ച് ദഹിപ്പിക്കാനായിട്ട് ഞാൻ ഒരുങ്ങിയതാ. ഞാൻ ഭയങ്കര സൂത്രശാലിയാ. നാട്ടുകാരൊക്കെ എന്നെ ഊളെന്നാ വിളിക്കുന്നത്. എന്തായാലും അമ്മാവൻ വന്നോടെ ആകെ ഒരു ഓളം ഉണ്ടായി. അതെ, എനിക്കിതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. ഈ സ്വഭാവം എനിക്ക് അയ്യോ അമ്മാവ, വിശ്വേട്ടൻ അങ്ങനെ ശാന്ത പ്രകൃതമാ. ആരോടും വഴക്കുണ്ടാക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാ. വേണ്ട, ഇഷ്ടപ്പെടണ്ട. അവസാനം നമ്മുടെ കഴുത്ത് അപ്പുറത്തോന്റെ കക്ഷത്തിലായി കളിച്ചോം പിടിച്ചോ നെല്ല് പൊട്ടുമ്പോഴും ഇത് തന്നെ പറയണം. അമ്മാവൻ കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ പേടിയും ഭയം ഒക്കെ മാറും. നിങ്ങൾക്കൊരു പുത്തൻ മുഖച്ഛായ ഞാൻ നൽകും. സത്യം, ദൈവമാ അമ്മാവനെ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിച്ചു. അപ്പുറത്തൊരു സർദാർജി ഉണ്ടല്ലോ, ആ റാം സിംഗ്. അയ്യോ, അതൊരു പാവം അമ്മാവ. പക്ഷേ അവനെ ഒരു ഗുണ്ടയായിട്ട് അപ്പുറത്തെ സുഗുണൻ ചിലരോടൊക്കെ പറഞ്ഞിരിക്കുന്നു.